നിങ്ങൾ ആദ്യം ഒരു തീരുമാനം ഈ കഥ കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇത് എനിക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്ത എപ്പോഴും കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, കമ്മിറ്റ് ചെയ്തു. യൂസ്വലി അത് കഥ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, എന്നാലും നമ്മൾ കമ്മിറ്റ് ചെയ്യുള്ളൂ. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ സിനിമ. ഞാൻ കൊല്ലംകാരനാണ്. ഇതേപോലെ ഈ പൈസ പിടിക്കുന്ന പരിപാടിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതാനുള്ള ഒരാളാണ്. എന്റെ കല്യാണത്തിന് ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും വേണ്ടോ തീരുമാനിച്ചത്. കല്യാണ ലെറ്ററൊക്കെ അടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ സ്വീകരണം ഇന്ന ഡേറ്റിലാണ്. പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. 500 കൊടുത്തിട്ട് 100 കൂടുതൽ എന്തായാലും മേടിക്കും. അത് അല്ലെങ്കിൽ പിടിച്ചത് ചോദിക്കുന്ന ഒരു പരിപാടി ഞങ്ങളുടെ നാട്ടിലുണ്ട്. പക്ഷെ എന്റെ കല്യാണത്തിന് ആ കലാപരിപാടി വേണ്ടത് കല്യാണ ലെറ്റർ ഞാനിപ്പോ ഫേസ്ബുക്കിൽ നോക്കിയെടുത്തതാണ്. സ്വീകരണം ഒന്നും വെച്ചിട്ടില്ല. സന്തോഷം അഭിമാനമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഗുണവും ചെയ്യും. കാരണം പാവം പിടിച്ച വീട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന്റെ ഒരു തുക കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും ആ സ്വർണത്തിന് മാത്രമല്ല ആ കല്യാണ ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. പക്ഷെ എന്നാൽ പോലും 500 രൂപ കൊടുക്കുന്നിടത്ത് 400 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതേപോലെ തന്നെ ഒരു ബുക്ക് ഉണ്ടാവും. ആ ബുക്കിനകത്ത് അപ്പൊ ഒരു വീട്ടിൽ ചിലപ്പോൾ 2 പെൺകുട്ടികളുള്ള വീടുണ്ടാവും. ഞങ്ങളുടെ അവിടെ തന്നെ കല്യാണം മാത്രമല്ല, ഈ വീടിന്റെ പാലുകാച്ചൽ എന്ന് പറയും, അവിടെ ഈ പരിപാടിയുണ്ട്. അപ്പൊ ഈ ഇപ്പൊ എന്റെ കല്യാണം ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി വിളിക്കുമ്പോൾ ചിലപ്പോ ആ വീട്ടിലെ പാലുകാച്ചനായിരിക്കും ഞാൻ പോയി പൈസ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുവരെ നോട്ട് ചെയ്യും. അപ്പൊ പാലുകാച്ചനാണോ വിവാഹത്തിനാണോ എന്നുള്ള കാര്യമാണല്ലോ. അപ്പൊ നമ്മൾ പറയും ഇപ്പൊ 500 കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലുകാച്ചിന് ഞാൻ അവർ 1000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറയും. അപ്പം ഞങ്ങളുടെ നാട്ടിൽ അത് ഉള്ള കാര്യമാണ്. പക്ഷെ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആവും, ഭയങ്കര ഹെൽപ്ഫുൾ ആവും. സാധാരണ വീട്ടുകാരെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അപ്പം പൊതുവെ കൊല്ലംകാരെ കുറിച്ച് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊല്ലംകാർ എങ്ങനെ ഉണ്ടായിരുന്നു, ആ അവിടുത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുണ്ട്, മൺട്രോത്തുരത്തിലെ ഒരു കാര്യം. മൺട്രോത്തുരത്തില് അവിടുത്തെ ആളുകൾ ഒരു അതിജീവനത്തിന്റെ പാതയിലാണ്. പ്രത്യേകിച്ച് സുനാമിക്ക് ശേഷം അവിടെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ്, താഴ്ന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ ആ രീതിയിലുള്ള അതിജീവനം. അപ്പൊ നിങ്ങളുടെ സിനിമയ്ക്കകത്ത് തന്നെ താറാവിടുത്തെ വന്ന ശ്യാംദേവ് റാവു എന്ന് പറഞ്ഞൊരു നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹമൊക്കെ അവിടുന്ന് വീട് വിട്ടു പോകേണ്ട ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ അദ്ദേഹം വീട് മാറി, എന്നിട്ട് മൺട്രോത്തുരത്തിന്റെ മറുകരയിലേക്ക് താമസം മാറിയ പോലും പഴയ വീടിന്റെ ആ ദുരന്തപൂർവമായ ഫോട്ടോ അദ്ദേഹം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, പഴയ. അപ്പൊ ഒന്ന് ആലോചിച്ചോളൂ, ആ നാട്ടുകാരുടെ സ്വന്തം മണ്ണിനോടുള്ള അത്രയും ഇഷ്ടം കൊണ്ടായിരിക്കുള്ള സ്വന്തം വീടിന്റെ ഫോട്ടോ എടുത്ത് പഴയ വീടിന്റെ ഫോട്ടോ പുതിയ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചാൽ. അപ്പൊ അത്രയും കണക്റ്റ് ആണ് മൺട്രോത്തുരത്തിലെ ഓരോ നിവാസികളും ആ പ്രദേശത്തോടുകൂടി. അപ്പൊ നിങ്ങൾ ആ 10-60 ദിവസത്തെ ആ ഷൂട്ടിംഗ് മൺട്രോത്തുരത്തെ നിവാസികളുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊല്ലംകാരെ കുറിച്ചുള്ള പപ്പടത്തിന് വേണ്ടി പോലും കൊല്ലംകാരെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം, മൊത്തത്തിൽ എല്ലാവരുടെ ഒരു അഭിപ്രായം? അല്ല, കൊല്ലംകാരെ കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് ഇതുവരെ ഒരു മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല, എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പേഴ്സണലി. ഈ പറയുന്ന ഞാൻ ജയ എന്ന് പറയുന്ന സിനിമ അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും നല്ല 2 സിനിമകൾ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ ഒന്നാണെന്നാണ് എനിക്ക് എൻ്റെ ഭാഗ്യ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര്, ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്, അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കൊല്ലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇവരാരും ആരുടെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതിങ്ങനെ ഒരു ജനറലൈസ്ഡ് ആയി വന്നു തുടങ്ങിയപ്പോൾ അങ്ങനെ ആവും തോന്നുന്നു. എനിക്ക് തോന്നുന്നു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അതങ്ങനെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നേരെ പോ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ആർക്കെങ്കിലും ചിലപ്പോൾ അത് ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നുന്നതുകൊണ്ടായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ പറയുന്ന ഷൂട്ടിങ്ങിനിടയിലൊക്കെ കക്കയിറച്ചി ഒക്കെ കൊണ്ടുതരും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കും. ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഈ പറയുന്ന മൺട്രോത്തുരത്തിലായിരുന്നു കുറേ ദിവസം ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഒരുപാട് ദിവസം മൺട്രോത്തുരത്ത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം കൂടെയാണെന്നുള്ളത് അവിടുന്ന് ആൾക്കാരൊക്കെ ഞങ്ങൾ അറിയാനും കഴിഞ്ഞു. അത് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള. പക്ഷെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ്. അത് ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് ആ സ്ഥലത്തിന്റെ ടൂറിസത്തിന്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും 2 പ്രാവശ്യം മൺട്രോത്തുരത്തിൽ 2 തവണയായിട്ട് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് 2-3 ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൺട്രോത്തുരത്ത് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആ വില്ലേജ് ടൂറിസവും രാവിലെ ഏർലി മോർണിംഗ്, നട്ടപ്ര വെയിലത്ത് പോയി നടന്നിട്ട് കാര്യമില്ല. നല്ല ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത്
ആ മൺട്രോത്തുരുത്തിലെ ഐലൻഡിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിന്റെ ഇടയിലൂടെ ഒരു വഞ്ചി തുഴഞ്ഞു പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിലും കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മൺട്രോത്തുരുത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് ഞങ്ങൾക്ക് മനോഹരമാണ്. അപ്പം ആ സ്ഥലം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആ ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ, ഐ മീൻ അത് ഇല്ലാതാവട്ടെ. അവർ ഇനിയും നന്നായിട്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിപ്പോൾ പ്രകൃതിയുടെ കയ്യിലാണ്, നമുക്കത് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ്, അവിടുത്തെ ആൾക്കാരും അത്രയും മനോഹരമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് ആലോചിക്കാവുന്നതാണ്. ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഈ മരിയാനയുടെ വീട് ഷൂട്ട് ചെയ്ത ആ വീട് ഒറിജിനൽ വീടാണ്. അപ്പൊ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ആകെ ചെറിയ വീടാണ്. ആ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി അത്രയും സഹകരിച്ചു എന്നുള്ളതാണ്. ആകെപ്പാടെ 2 റൂമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഷൂട്ടായിരുന്നു രാവിലെയും രാത്രിയൊക്കെ. തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് കിടന്നുറങ്ങിയത് നമ്മളെ വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോൾ. ഫുൾ ആ വീട്ടിൽ എല്ലാവരോടും അല്ലേ അത്രത്തോളം അവർ നമ്മുടെ അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കൊല്ലത്തിന്റെ ആദ്യത്തെ മര്യാദ. ചെറിയ രീതിയിലൊന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട് സിനിമയിലുണ്ട്. Yes.